അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയത്തക്ക നേട്ടമൊന്നും ഈ ഭരണകാലത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാനൊരു സയനിസ്റ്റ് ആണെന്നുള്ള പ്രഖ്യാപനവുമായി ബൈഡൻ വീണ്ടും വരുന്നു. ബൈഡൻ വിടവാങ്ങൽ നുറുങ്ങുകയാണ്. അപ്പോൾ ഈ വൈറ്റ് ഹൗസിൽ ഈ വിടവാങ്ങലിൻ്റെ ഭാഗമായ ഒരു പാർട്ടിയുണ്ട്, ഹനൂക്ക പാർട്ടി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ ഡോണറ്റ് ചോക്ലേറ്റ് നിറച്ച ഡോണറ്റുകൾ, ഈ ലോലമായി മുറിച്ച ബീഫ്, ഇത്തരം പ്രത്യേക വിഭവങ്ങൾ ഒരുക്കിയിട്ട് ഫെയർവെൽ പാർട്ടി, വിടവാങ്ങൽ പാർട്ടി പോലെയുള്ളൊരു ചടങ്ങാണ് ഹനൂക്ക പാർട്ടി. ഹനൂക്ക പാർട്ടി ഇതിൽ നടന്നു. ഹനൂക്ക പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ട് ബൈഡൻ വല്ലാതെ വികാരപരവശനായിട്ട് സംസാരിച്ചു. അതായത് ഈ ജൂതന്മാരുടെ കാര്യമാണ് പുള്ളി പറയുന്നത്. ജൂതനായി ജനിക്കണമെന്നൊന്നുമില്ല ഒരു സയനിസ്റ്റ് ആവാൻ. ഞാനൊരു സയനിസ്റ്റാണ്, ഇനി മരിക്കും വരെ ഞാനൊരു സയനിസ്റ്റായിരിക്കും. മാത്രമല്ല ആൻറ്റി സെമറ്റിസം എന്ന് പറഞ്ഞാൽ ജൂതന്മാർക്കെതിരെയുള്ള ഒരു വികാരം, ആക്രമണമൊക്കെ നടത്തുന്ന ഒരു പ്രവണത, ജൂതവിരുദ്ധ വികാരമാണ് ആൻറ്റി സയനിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആൻറ്റി സയനിസ്റ്റ് വികാരത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇനി എൻ്റെ ജീവിതം, ഞാൻ അതിനുവേണ്ടി പൊരുതും എന്നൊക്കെ പറഞ്ഞ് വലിയ കയ്യടിയായിരുന്നു ബൈഡൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. അദ്ദേഹം ഈ സയനിസ്റ്റാണ് താനെന്ന് ബൈഡൻ ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു എന്നാണ് വളരെ പ്രസക്തമായൊരു കാര്യം. കാരണം ജൂതന്മാരെ സംബന്ധിച്ച് ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർക്കും ജൂതരാഷ്ട്രത്തിനും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ നിർഭാഗ്യം, ദുരന്തം എന്ന് പറയാവുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ ആക്രമണമാണ്. ഹമാസിൻ്റെ ആക്രമണം നടന്നു, അതിനുശേഷം തിരിച്ചടിയുണ്ടായി. യുദ്ധം ഇങ്ങനെ ഇപ്പോഴും യുദ്ധം തീർന്നിട്ടില്ല. ഗസയിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. ലെബനോണിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം, ഇറാൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ വലിയ സങ്കീർണമായ മേഖലകളിലേക്ക് യുദ്ധം വ്യാപിച്ചു. അപ്പം യുദ്ധം എന്ന് പറയുന്ന ഇസ്രായേലിന് പുതുമയല്ല. അവർ രാജ്യം 1948 രൂപീകൃതമായതിൻ്റെ പിറ്റേ ദിവസം 6 അറബ് രാജ്യങ്ങൾ ചേർന്ന് അവർക്ക് നേരെ 6 ഡേ വാർ ഉണ്ടായി. അവർ ചിന്തിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അവരെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, ആക്രമിച്ച രാജ്യങ്ങളുടെ ഒരുപാട് ഭൂപ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു. അതിനുശേഷം ആ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കടകരമായ, ഇപ്പോഴും തുടരുകയാണ്, 100ഓളം ബന്ദികളെ വിട്ടുകിട്ടാനുണ്ട്. അവരെവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇസ്രായേലിൽ വല്ലാത്തൊരു അഗണി എന്ന് പറയുന്ന കടുത്ത വേദന അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനെ വേണ്ട തരത്തിൽ അമേരിക്ക അല്ലെങ്കിൽ ബൈഡൻ സഹായിച്ചോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അമേരിക്ക സഹായിച്ചില്ല എന്നല്ല, പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന തരത്തിൽ. കാരണം ഇറാനെ ആക്രമിക്കുന്നതിന് 1 മാസത്തോളം ഇസ്രായേലിന് തടസ്സം നിന്നത് ബൈഡനാണ്. ബൈഡനും നെതന്യാഹുവും തമ്മിൽ തെറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയും വരെ ചെയ്തു. നമ്മളതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നിട്ട് അവിടുത്തെ പ്രദേശകാരി യോവ് ഗാലൻ്റ് അങ്ങോട്ട് പോകാനിരുന്നപ്പോൾ പോകണ്ടെന്ന് ബൈഡനല്ല നെതന്യാഹു വിലക്കി. അതിനുശേഷം ബൈഡൻ ഒരു ഫോൺ കോൾ അങ്ങോട്ട് വിളിച്ചതിന് ശേഷമാണ് മഞ്ഞുരുകൾ ഉണ്ടായത്. എന്നാൽ പോലും സാമ്പത്തിക സഹായം, സൈനിക സഹായം, ആയുധങ്ങളൊക്കെ പതിവ് പോലെ, അത് ബൈഡൻ്റെ വിശേഷം കൊണ്ടൊന്നുമല്ല, പരമ്പരാഗതമായ അമേരിക്കയുടെ നയത്തിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട്. എന്നാലും അമേരിക്ക വേണ്ട തരത്തിൽ വേണ്ട സമയത്ത് സഹായിച്ചില്ല എന്നൊരു തോന്നൽ പൊതുവിൽ നെതന്യാഹുവിനുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. കമലാ ഹാരിസ് വന്നാൽ, ബൈഡൻ്റെ പാർട്ടിയിൽ നിന്ന് കമലാ ഹാരിസ് വന്നാൽ ഇസ്രയേലിന് എതിരായ നിലപാടെടുക്കും, അല്ലെങ്കിൽ അവരൊരു പ്രോ ഇസ്ലാമിസ്റ്റോ ആണെന്നുള്ള ട്രംപിൻ്റെ ഒരു ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായത് ഈ ബൈഡൻ എടുക്കുന്ന നിലപാടിലാണ്. ബൈഡൻ അവിടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കരുത്, എണ്ണശാലകൾ ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ് കയറി അടിച്ച് തകർക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ട്രംപ് അപ്പോൾ പ്രസിഡൻ്റ് അല്ലായിരുന്നു, പ്രസിഡന്റ് സ്ഥാനാർത്ഥി മാത്രമായിരുന്നു. അപ്പോൾ ബൈഡനെ സംബന്ധിച്ച് ബൈഡൻ ഈ പറഞ്ഞതുപോലെ ജൂത സമൂഹത്തിനാണ് അമേരിക്കയിൽ നിർണായക സ്വാധീനം. അപ്പോൾ അമേരിക്കയിലെ നിരവധി സമ്പന്നന്മാരും ഡിസിഷൻ മേക്കേഴ്സും ബൈഡൻ്റെ മന്ത്രിസഭയിലും പെൻറ്റഗണിലും ഒക്കെ ഇരിക്കുന്ന നിർണായക സീറ്റുകളിൽ ഇരിക്കുന്ന ജൂതന്മാരാണ്. ജൂതന്മാരെ വെറുപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ജൂതന്മാർ മൈനോറിറ്റിയൊക്കെ ആയിരിക്കും, പക്ഷേ അവർ ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ ഒരു ജൂത സമൂഹത്തിൻ്റെ അപ്രീതിക്ക് ബൈഡൻ ഒരളവ് വരെ പാത്രീഭൂതനായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഈ കാലയളവിൽ. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ വെടിനിർത്തൽ വേണം എന്ന് പറയുകയും, എന്നാൽ ബന്ദികളെ വിട്ട് കിട്ടുന്ന കാര്യത്തിൽ അമേരിക്ക ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഖത്തറിനോട് പറഞ്ഞത്, ബന്ദികളെ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ അവന്മാരെ പുറത്താക്കണമെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആ ഒരു ആവശ്യം, ഖത്തർ ഹമാസിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ഒരു ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 ബന്ദികളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതൊരു നവംബറിലെങ്കിലും അല്ലെങ്കിൽ ഒക്ടോബറിൽ തന്നെ വിതിൻ ഒരു 10 ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക അല്ലെങ്കിൽ ബൈഡൻ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ കൂട്ട 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടില്ലായിരുന്നു, അല്ലേ? ഗസയിൽ ഗസ ഇത്രയും നാശോന്മുഖമാകില്ലായിരുന്നു.
ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു, ഈ ബന്ദികളിലെ കുറേ പേർ മരിക്കുന്ന സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് വലിയ പിശക് പറ്റി. ബൈഡൻ അവസാനം വല്ലാത്ത പേരുദോഷവും ചരിത്രത്തിൽ ഏറ്റവും ദുർബലനായ ഏറ്റവും മോശപ്പെട്ട തീരുമാനങ്ങളെടുത്ത പ്രസിഡന്റ് എന്ന നിലയിലേക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് കുറച്ച് സ്ട്രിക്റ്റായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ട് ഖത്തറിനോട് പറയുന്നു, ഹമാസിനെ പുറത്താക്കുന്നു, ഇത്തരം തീരുമാനങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ എന്തുകൊണ്ട് അവസാന മൊമെൻ്റ് വരെ മാറ്റിവെച്ചു, അല്ലെങ്കിൽ താൻ അധികാരത്തിൽ നിന്ന് പോകുന്ന ഒരു നവംബർ മാസം വരെ എന്തുകൊണ്ട് മാറ്റിവെച്ചു എന്നുള്ള ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അതൊരു പക്ഷേ ഇതിനകത്തുള്ള ഇസ്ലാമിസ്റ്റുകളുടെയും ലെഫ്റ്റിസ്റ്റുകളുടെയും ഇടതുപക്ഷ അല്ലെങ്കിൽ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അതിന് വശംവദനായി പെട്ടുപോയ നിസ്സഹായനായി പോയ ഒരു ബൈഡനെ ഒരുപക്ഷെ നമുക്ക് കാണാമായിരിക്കും. കാരണം ബൈഡൻ ഒരു പപ്പറ്റായിരുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചതുപോലെ പുറകിൽ നിന്ന് സോണിയ ചലിപ്പിക്കുന്നതിനനുസരിച്ച് നീങ്ങുന്ന ഒരു പാവയെ പോലെയായിരുന്നു മൻമോഹൻ സിംഗ്. അതുപോലെ ജോർജ് സോറോസ് അടക്കമുള്ള ഡീപ്പ് സ്റ്റേറ്റും ബറാക്ക് ഹുസൈൻ ഒബാമ അടങ്ങുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവ മാത്രമായിരുന്നു ബൈഡൻ എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിർണായകമായ പല തീരുമാനങ്ങളും ബൈഡന് എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബൈഡന് തലയ്ക്കകത്ത് വെളിച്ചം കയറിയെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ പറയാൻ പറ്റും. കാരണം ട്രംപ് അധികാരത്തിലേക്ക് വന്നാൽ ട്രംപ് എടുക്കുന്ന നിലപാടുകളിലൂടെ അയാൾ ചരിത്രത്തിൽ തന്നെ വലിയ സ്ഥാനം പിടിച്ചേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് ഈ സ്വന്തം പാർട്ടിക്കാർക്ക് അടുത്ത വർഷം ട്രംപിനെ പരാജയപ്പെടുത്തിയിട്ട് അടുത്ത ടൈമിലെങ്കിലും ഈ ഡെമോക്രാറ്റുകൾക്ക് വരണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എന്താണ് ബൈഡൻ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത ആളാണ്, ഞാനും ഈ പറയുന്ന ഇസ്രായേലിനെ അല്ലെങ്കിൽ ഈ പറയുന്ന ജൂതന്മാരെ സഹായിക്കുന്ന ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വമോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വമോ ബൈഡൻ ആയിരിക്കും. കാരണം അതാ ഞാൻ പറഞ്ഞ ബൈഡൻ്റെ തലയ്ക്കകത്ത് ഇപ്പോൾ വെളിച്ചം കയറി, താൻ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോവുകയാണ് ഒരു ബോധ്യം. കാരണം ഇസ്രയേലികളാണേലും അല്ലെങ്കിൽ ജൂതന്മാരാണേലും തങ്ങളെ ഏറ്റവും കുറച്ച് സഹായിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ ബൈഡനെ ഓർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജന്മന അല്ലെങ്കിലും ഞാൻ ഇനി ഒരു സയനിസ്റ്റ് ആയിരിക്കും, അതിന് ജൂതനാവണമെന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഇനി എൻ്റെ ജീവിതം ആൻറ്റി സെമറ്റിസത്തിനെതിരെയുള്ള പോരാട്ടമായിരിക്കും. ലോകത്ത് പല രാജ്യങ്ങളും ഉണ്ടല്ലോ, ഫ്രാൻസിലൊക്കെ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഹംഗറിയിലും ഒക്കെ കണ്ടിരുന്നു. പല വിദേശ രാജ്യം സ്പെയിനിലുണ്ടായി ഈ ജൂതന്മാരെ കണ്ട ആക്രമിക്കുന്ന ഒരു സ്വഭാവം പൊതുവിലുണ്ട്. ആൾക്കൂട്ടം ആക്രമിക്കുന്നു, ഫുട്ബോൾ മേളയ്ക്ക് പോകുന്നവരെ ആക്രമിക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങൾ പലയിടത്തും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി. നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായില്ലേ? അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് വരെ അവിടെ പലസ്തീൻ്റെ പതാകയൊക്കെ ആയിട്ട് വന്നു. അതെ, അത് മാത്രമല്ല ഫോർട്ട് കൊച്ചിയിൽ 2 ഓസ്ട്രേലിയക്കാരായ 2 വനിതകൾ വന്നപ്പോൾ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി, അവരെ പോലീസ് പിടിക്കുന്ന അവസ്ഥയുണ്ടായി. ഇങ്ങനെ വല്ലായിടത്തും ആൻറ്റിസെമിറ്റിസം, ജൂതവിരുദ്ധത എന്ന് പറയുന്നത് ലോകത്ത് പലയിടത്തും അത് ആളിക്കത്തിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. ഒന്ന് ഇസ്ലാമിസ്റ്റുകളും ഒന്ന് ഇടതുപക്ഷക്കാരുമാണ് ഇവരുണ്ടാക്കുന്ന. അപ്പോൾ ഇത്തരം ആൻറ്റിസെമിറ്റിസത്തിനെതിരെ താൻ ഇനി പോരാടാൻ പോവുക എന്ന് പറയുമ്പോൾ ബൈഡൻ പറയുന്നത് താൻ വീണ്ടും പൊതുരംഗത്തുണ്ടാവും. പൊതുരംഗത്ത് എങ്ങനെയുണ്ടാവും? ഇസ്രായേലിന് അനുകൂലമായ നിലപാടിലേക്ക്, ഇസ്രായേൽ വിരുദ്ധതയെ ചെറുക്കുന്ന തരത്തിലേക്ക് താൻ മാറും എന്നാണ് ബൈഡൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബൈഡനെ ഒരു പക്ഷേ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആൻറ്റി ഇസ്രായേൽ, ആൻറ്റി സയനിസ്റ്റ് എന്നുള്ള ഒരു ലേബൽ വന്ന് വീണത് ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമായിരിക്കാം ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അത് നല്ലതാണെന്ന് പറയാം. മാത്രമല്ല ബൈഡൻ ഇപ്പോൾ മറ്റൊന്ന് പറഞ്ഞു, എനിക്ക് 100 ബന്ദികളെയും ഞാൻ മോചിപ്പിക്കും. ബൈഡൻ്റെ മുന്നിൽ ഇനി പക്ഷേ ഇനിയിപ്പോൾ കഷ്ടിച്ചൊരു മാസമില്ല അല്ലേ? ഇന്ന് 17, അടുത്ത 20-ാം തീയതി വരെ ഒരു മാസം എന്ന് പറയാം. ഈ ഒരു മാസത്തിനുള്ളിൽ 100 ബന്ദികളെയും മോചിപ്പിക്കും, അവരെ 100 പേരെയും അവരുടെ വീടുകളിൽ എത്തിക്കുമെന്ന് ഈ ഹനൂക്ക പാർട്ടിയിൽ ബൈഡൻ പറയുന്നു. അതെങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്ര പേര് ജീവനോടെ ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ. ജീവനോടെ ഇല്ല, ബന്ദികൾ എന്ന് പറഞ്ഞാൽ ഡെഡ് ഓർ അലൈവ്, മരിച്ചവരുടെ ബോഡിയാണെങ്കിലും പോകണം. 2014 മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറപ്പോൾ യഹിയ സിൻവറിൻ്റെ ബോഡി ഇസ്രായേൽ കൊടുത്തിട്ടില്ല. ഉടമ്പടിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ട്രാൻസ്ഫർ ചെയ്യും, കൈമാറ്റം ഉണ്ടാകത്തുള്ളൂ. ഏതായാലും 100 ബന്ദികളെയും മോചിപ്പിക്കാൻ താൻ ശ്രമിക്കും. അതുകൊണ്ട് അവരെ ഓരോരുത്തരുടെയും വീടുകളിൽ എത്തിക്കും എന്ന് ബൈഡൻ ഹനൂക്ക പാർട്ടിയിൽ ഇന്നലെ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഈ 100 ബന്ദികളെയും മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിസ്ബുള്ളയായിട്ടുള്ള വെടിനിർത്തൽ, അത് ഈ പറഞ്ഞ പോലെ ബൈഡൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ബൈഡൻ്റെ പേരിൽ യുദ്ധവിരാമം, സീസ് ഫയർ ഉണ്ടായത് തൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ വഴങ്ങിക്കൊടുത്തു. ഇസ്രായേലിനും അങ്ങനെ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല. ഇസ്രായേലിന് അവരുടെ ഒഴിഞ്ഞുപോയ ആളുകളെ അവരുടെ വീടുകളിലേക്ക് കൊണ്ട് താമസിപ്പിക്കുക എന്നാണ് ഇസ്രായേലിൻ്റെ അജണ്ട. പിന്നെ കുറച്ച് ഭൂമി കിട്ടി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് കുറേ ആൾനാശം ഉണ്ടായി, എന്നാലും സാമ്പത്തികമായി കുറച്ച് ചിലവുണ്ടായി. സമ്പത്തെന്ന് പറഞ്ഞാൽ അമേരിക്ക കൊടുക്കുന്ന ആയുധമാണ്. ആ ചിലവുണ്ടായാൽ പോലും കുറേ ഭൂമി കിട്ടി. ഇപ്പം സിറിയ കിട്ടി, ഗോലാൻ കുന്ന് പൂർണ്ണമായും കിട്ടി. അതിനപ്പുറത്ത് ഡമാസ്കസിന് 25 കിലോമീറ്റർ വരെ കയറി ബഫർ സോൺ വലുതാക്കാൻ പറ്റി. അപ്പോൾ മൊത്തത്തിൽ വിശാല ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഗാസ വിട്ടുകൊടുക്കണമെന്ന് ആരും പറയുന്നില്ല. അവിടെ നിന്നിട്ട് അവിടെ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കുകയാണ്.
ഇസ്രയേൽ. അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലായി ഗാസയും. അപ്പോൾ വിശാല ഇസ്രയേൽ എന്നുള്ള അവരുടെ വലിയ ലക്ഷ്യം, അല്ല ജനറൽസ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് ഇസ്രയേൽ അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബന്ദികളെ 100 പേരെയും വിട്ടയക്കാൻ കഴിഞ്ഞാൽ, അവരെ പറഞ്ഞതുപോലെ ബൈഡൻ്റെ വാക്ക് വീൺ വാക്കാതെ 100 ബന്ദികളെയും വീടുകളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ബൈഡന് അതൊരു സുവർണ നേട്ടമാണ്. ഏതായാലും ഒടുവിൽ ഈ പറഞ്ഞതുപോലെ അത് ഈ ബൈബിളിലൊക്കെ പറയുന്ന പോലെ അവസാനം എല്ലാവരും ഇസ്രയേലിനൊപ്പം വരും എന്ന് പറയുന്നത് പോലെ ബൈഡനും അവസാനം ഇസ്രയേലിനൊപ്പം വരുന്നു, ഇസ്രയേലിൻ്റെ മഹത്വം അംഗീകരിക്കുന്നു. മഹത്വം അംഗീകരിക്കുക എന്ന് മാത്രമല്ല, സയനിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ യഹോവയുടെ അനുയായി ആകുക എന്നുകൂടിയുണ്ട്, അല്ലേ? അപ്പോൾ ബൈഡനും അവസാനം വിശ്വാസത്തിൻ്റെ വഴിയെ വരുന്നു, ജൂതരെ അംഗീകരിക്കുന്നു, ജൂതരുടെ ഭാഗമാണ്, ഞാനും ജൂതനാണ് എന്ന് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാനും ഇനിയൊരു ജൂതനാണെന്ന് ബൈഡൻ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഹനൂക്ക പാർട്ടിയിൽ ഇന്നലെ കണ്ടത്. അതിപ്പോൾ ഒരു ഇസ്രായേലികൾക്ക്, ജൂതന്മാർക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്നതാണ്. ഏതായാലും ബൈഡൻ പറഞ്ഞതുപോലെ 100 ബന്ദികളും തിരിച്ചവരുടെ വീടുകളിലെത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.